1920 ഓഗസ്റ്റ് 17 ജനിച്ചതാ. ഓഗസ്റ്റ് 17 ജനിച്ചതാ. പക്ഷേ 1941 എന്റെ മാരേജ്. അന്ന് 21 വയസ്സുണ്ട്. 21ാമത്തെ വയസ്സില് കോഴഞ്ചേരിയിൽ നിന്ന് മല്ലപ്പള്ളി കെട്ടിച്ചതാണ്. ജനിച്ചത് കോഴഞ്ചേരിയാ. കോഴഞ്ചേരി മലയിൽ പുന്നക്കാട് മലയിൽ. പുന്നക്കാട് മലയിൽ ചേവറുകാട്ടിൽ കുടുംബമാണ്. അമ്മച്ചിയുടെ പപ്പായുടെ പേര്, ഫാദറിന്റെ പേര് ഫാദർ കുഞ്ഞമ്മൻ. മലയിൽ കുഞ്ഞമ്മൻ. ഏത് പള്ളി വെച്ചായിരുന്നു കല്യാണം? നെടുങ്ങാടപ്പള്ളി വെച്ച. അമ്മച്ചിയുടെ പപ്പായ്ക്ക് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു? പപ്പായ്ക്ക് ഉണ്ട്, എനിക്കും ഉണ്ട്. അതൊന്ന് പറയാമോ, വിശദീകരിക്കാമോ? പപ്പായുടെ ചേട്ടന് 9 പേരുണ്ട്. 8 പേര്. എന്റെ വീട്ടില് ഞങ്ങൾ സഹോദരങ്ങൾ 9 പേര്. 7 പെണ്ണും 2 ആണോ. അതിലൊന്ന് CSIയിലെ അച്ഛനാ. രണ്ടാമത്തെ ആങ്ങള കേക്കത്തയ്യനച്ഛൻ. രണ്ടാമത്തെ ആങ്ങള പിന്നെ ഇവിടെ കോളേജ് അണ്ണാ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അമ്മച്ചിയുടെ പപ്പായുടെ സഹോദരന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ പപ്പായ്ക്ക് ചേട്ടനയ്യന്മാര് 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളുമായിരുന്നു. അവരെല്ലാം പ്രായമാണ് കേമരുത്. അതെല്ലാം ഞങ്ങൾക്ക് എന്നെ കെട്ടിച്ച പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അവര് ഇവിടെ മല്ലപ്പള്ളിയിലും മല്ലപ്പള്ളി അമ്മച്ചിയുടെ പപ്പായ്ക്ക് എന്ത് ജോലിയായിരുന്നു? പപ്പ ഞങ്ങൾ കുടുംബക്കാരെ അന്നൊന്നും ഉദ്യോഗമില്ല, കൃഷിക്കാരായിരുന്നു. എന്റെ പപ്പായും കൃഷിക്കാരനായിരുന്നു. എന്തായിരുന്നു കൂടുതലും കൃഷി ചെയ്തോണ്ടിരുന്നത്? അന്നത്തെ നാട്ടിലെ ഏത്തവാഴയും കപ്പയും പിന്നെ തെങ്ങുണ്ട്. പറമ്പിലെല്ലാം വേണ്ടുപോകുന്ന തെങ്ങുണ്ട്. വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു? വേലക്കാരും ഉണ്ട്. വേലക്കാരില്ല, പണിയാനൊക്കെ പണിക്കാരുണ്ട്. അത് അന്നൊക്കെ പിള്ളേര് പറമ്പിൽ താമസിക്കുന്നവരുണ്ട്. പറമ്പിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് കൂലി കൊടുക്കണമായിരുന്നു? അതോ കൂലി കൊടുക്കും, ദിവസം കൂലി കൊടുക്കും. പക്ഷെ അവർ സ്ഥിരമായിട്ട് നമ്മുടെ പറമ്പിലുണ്ട്. സ്ഥിരമായിട്ട് 2-3 കൂട്ടര് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കെല്ലാം എല്ലാ ദിവസവും ഉണ്ട്. അവർക്കും കൊച്ചുങ്ങളും ഉണ്ട്. അമ്മച്ചി ആ കാലത്ത് അടിമ സമ്പ്രദായം നിലനിന്നതായിട്ട് അമ്മച്ചിക്ക് ഓർമ്മ? എനിക്ക് ഓർമ്മയില്ല. ആ കോഴഞ്ചേരി ഭാഗത്തൊന്നും ഞാൻ ഓർക്കുന്നില്ല, എനിക്കറിയാൻ വയ്യ. പക്ഷെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന എന്നെ കെട്ടിച്ച് ഇവിടെ വന്ന് പിന്നെ രാജപ്രമുഖൻ, ഒടുവിലത്തെ രാജപ്രമുഖൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. രാജപ്രമുഖൻ ഇവിടെ വന്നപ്പോ കണ്ടിട്ടുണ്ട്. പിന്നെ എത്ര ഈ മലമ്പള്ളി പാലം ഉദ്ഘാടനം ചെയ്തത് പ്രമുഖനാ. അന്ന് ഞാൻ ബേമോനെ എടുത്തോണ്ട് കാണാൻ പോയി. എന്റെ ഇടയ മോനെ അടുത്ത് നിന്ന് കാണാൻ പറ്റുമോ രാജപ്രമുഖനെ? അത്ര അടുത്തിരുന്നില്ല. അക്കരയിൽ പാലം ഫോൺ ചെയ്ത് ഇങ്ങനെ കരയിൽ 2 നില കെട്ടിടം മണ്ടല്ല നിന്ന അവിടെ നിന്നുകൊണ്ട് അവര് ഫോൺ ചെയ്ത് വരുന്നത് കാണാറുണ്ട്. രാജാവിനെ അടുത്ത് കണ്ടോ? നല്ലതായിട്ട് കണ്ടേ. ആ കാലത്ത് മല്ലപ്പള്ളി 6 അക്കരയിലും നടന്നത് ചങ്ങാടത്തല്ലേ? 6 അക്കരോട് കോഴഞ്ചേരിക്ക് പോകാൻ വേണ്ടി ചങ്ങാടത്തെ കയറിയല്ലേ പോകുന്നത്? ചങ്ങാടത്തല്ലോ, ചങ്ങാടമല്ലേ? എന്നെ കല്യാണം കഴിക്കുമ്പം കോഴഞ്ചേരിയിലും പാലമില്ല, മല്ലപ്പള്ളിയും പാലമില്ല. 2 ചങ്ങാടം കയറിയ 2 ചങ്ങാടം കയറിയ അക്കര കയറി. അപ്പം തലേദിവസം തിരിച്ചായിരുന്നു കല്യാണത്തിന്? തലേദിവസം വെളുപ്പിന് കോഴഞ്ചേരി പാലത്തിന് ഇപ്പുറത്ത് മല ഉണ്ടെന്നാ പറയുന്നത്.
അവിടുന്ന് കോട്ടയം തന്നെ ഒരു ബസ് പോകും. കോട്ടയത്തിന് ബസ്സുണ്ട്. ബസ്സുണ്ട്. അപ്പം 5 മണിയായപ്പോഴേ കോഴഞ്ചേരിക്കാരെല്ലാം കൂടെ മലമ്പള്ളി 4 മണി വന്നു. ഈ ബസ് ബുക്ക് ചെയ്ത് മലപ്പള്ളി വന്നു. മലമ്പള്ളി വന്നു. പിന്നെ ഒരു ചങ്ങാടം പിന്നെ പിന്നെ അപ്പം ഇതിന്റെ അടുത്തൊരു വീടുണ്ട്. അമ്മച്ചൊരു ഒരു കസന്ന. അവിടെ കോഴഞ്ചേരി 2 പണിക്കാരെ നിർത്തി അവിടെ ഞങ്ങൾ വരുന്നവർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചെന്ന് വെച്ചാൽ പള്ളിയിൽ പോയത്. 1947 അപ്പൊ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയമാണ്. അത് ശരി. അന്ന് പള്ളിയിൽ ഇപ്പോഴത്തെ പോലുള്ള അച്ഛന്മാരും ഒക്കെ പള്ളിയിൽ ഞാൻ വന്നപ്പോ എടുക്കാനുള്ള 2-മൂന്നാമത്തെ അച്ഛനാ. അത്രേ ആയുള്ളൂ. അത് നെടുങ്ങാടപ്പള്ളി തുടങ്ങിയതേ ഉള്ളായിരുന്നു. മലയാളി അച്ഛനാ കല്യാണം കഴിച്ചു തന്നെ. മലയാളി അച്ഛനാ. അമ്മച്ചി മരമണ്ണിൽ മർത്തമ്മകാരിയായിരുന്നു. ഞാൻ അവിടെയും അമ്മച്ചി അപ്പം ബ്രിട്ടീഷുകാരും അച്ഛന്മാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാര് വെള്ളക്കാരെ അച്ഛന്മാരുണ്ടായിരുന്നു. സായിപ്പുമാർ അച്ഛന്മാരും ബിഷപ്പൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരെ. അമ്മമ്മ ആ കാലത്ത് സ്കൂളില് അമ്മച്ചി ആ സ്കൂളില് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ അന്ന് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നോ അതോ നിലത്തിരുന്നായിരുന്നു? ഓല പഠിക്കുന്ന കാലത്ത് നിലത്തിരുന്നുള്ളൂ. അതെല്ലാം ബെഞ്ചുണ്ട്. അതേത് സ്കൂളായിരുന്നു? സർക്കാർ. ഞാൻ 4ാം ക്ലാസ് വരുമ്പോ എടുത്ത പുന്നയ്ക്ക് പള്ളിക്കൂടം അവിടെ ഉണ്ടായിരുന്നു. പള്ളിക്കൂടം അവിടെ തന്നെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കോളേജിലാണ് പഠിച്ചത്. മലയാളത്തിലായിരുന്നോ പഠിപ്പിച്ചത്? മലയാളത്തിൽ പഠിച്ചത്. ഇംഗ്ലീഷ് ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ. ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് ഉണ്ട്. കുറച്ച് വാക്കുകൾ ABCD ഒക്കെ പഠിക്കും. അന്ന് 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചറാകാം. TTC എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. 7ാം ക്ലാസ് കഴിയുന്നവർക്ക് TTC കൊടുക്കും. അന്നേ ടീച്ചറാകാം. അന്ന് കോളേജൊക്കെ എവിടെയായിരുന്നു അമ്മച്ചി? ഉണ്ട്. അല്ല എന്റെ ആങ്ങളുടെ കകറ്റേനെ ആദ്യമായി വിട്ടു കോളേജിൽ പഠിപ്പിച്ചു. അമ്മച്ചിയുടെ കുടുംബത്തിൽ എല്ലാരും കുറച്ചുപേരൊക്കെ കൃഷിയായിരുന്നല്ലോ. അന്ന് എല്ലാരും കൂടുതൽ പേര് കൃഷിയായിരുന്നല്ലോ. എന്നാൽ അതില് മാറ്റം ആരൊക്കെയും ഉണ്ടായിരുന്നു? ആരെങ്കിലും പുറത്തു പോകുകയോ ജോലി ചെയ്യുകയോ സിലോണിലോ ശ്രീലങ്കയ്ക്കോ മലേഷ്യയിലോ? അതൊക്കെ ചോദിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ പലരും പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പൊയ്യേല കോശിച്ചായിരുന്ന ഞങ്ങൾ പറയുന്നത്. അച്ഛൻ ആദ്യം എന്റെ ഓർമ്മ പേഴ്സിലേക്ക് പോയത്. അതൊക്കെ കേക്കത്തന്നച്ചന്റെ സ്കൂൾ ബാച്ചാ. എനിക്ക് 2 ആങ്ങളമാരും 7 സഹോദരിമാരുമാണ്. ഞാൻ 3ാമത്തെ മോളാ. എന്റെ മൂത്ത എന്റെ മൂത്ത 2 പെണ്ണും 1 ആണും ഉണ്ടായിരുന്നു. അത് നേരെ മൂത്ത ആങ്ങള KK എന്നാ പറയുന്നത്. അന്നൊക്കെ 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 6th ഒക്കെ ഇലക്ഷനുണ്ട്. റീറ്റേൺ ചെയ്യും, സെലക്ഷൻ ചെയ്യുന്ന പരീക്ഷ പബ്ലിക് പരീക്ഷ വിടത്തുള്ളൂ. എന്റെ ജ്യേഷ്ഠൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇലക്ഷൻ വന്നു റീറ്റേൺ ചെയ്തതും പബ്ലിക് പരീക്ഷയ്ക്ക് കൂടാതെ നിർത്തില്ല. കൊച്ചമ്മ അന്ന് നേഴ്സിംഗിന് അപേക്ഷിച്ചു. നേഴ്സിംഗിന് ഞാൻ പറ്റാത്ത നേഴ്സിംഗിന് 6 മാസമായി സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നെ മദ്രാസിൽ അപേക്ഷിച്ചത് അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി. അവിടെ ചെന്ന് ഞാൻ മദ്രാസ് കോളേജിൽ നിന്ന് അതിനടുത്ത് റാണിപേട്ടെന്നും പറഞ്ഞൊരു അവര് വന്ന് ഇവിടെ അപ്ലൈ ചെയ്ത കുറെ പിള്ളേരെ കൊണ്ടുപോയി. അങ്ങനെ കൊച്ചമ്മ റാണിപേട്ടില്ല നേഴ്സിംഗിന് പഠിച്ചു. അത് 1950 മുമ്പോ? 50
50 അന്ന് കല്യാണം കഴിച്ചോ? അമ്മച്ചിയുടെ കല്യാണം കഴിച്ചോ? ഇല്ല, അപ്പൊ 41 മുമ്പാ. മുമ്പ് 1939 കൊച്ചമ്മ നേഴ്സിങ്ങിന് പോയപ്പോഴത്തേക്ക് എന്നെ കെട്ടിച്ചു. അപ്പൊ 42 ഓക്കെ. അമ്മച്ചി ആ കാലത്ത് ഈ യാത്രക്ക് ബസ്സുകളുണ്ടോ അതോ ബസ്സുകളെല്ലാം ഉണ്ടോ? ബസ്സും ലൈൻ ബസ് കുറച്ചുണ്ട്. ഉണ്ട്, വളരെ കുറച്ച്. വളരെ കുറച്ച്. ഞങ്ങള് ഇപ്പൊ കോഴഞ്ചേരിയില എന്റെ വീട് റോഡ് ഇറമ്പില്ല. അപ്പം കോഴഞ്ചേരിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് മൂന്നിലൊക്കെ പോകുന്ന ബസ് മിറ്റത്ത് ഇതുപോലുള്ള അന്ന് ഇന്ന് താമസിക്കുന്ന അന്ന് തൊട്ട ബസ്സുണ്ട്. അമ്മച്ചി ആദ്യമായിട്ട് തീവണ്ടി കാണുന്നത് എവിടെ വെച്ചാണെന്ന്? ട്രെയിൻ കണ്ടതും ഇവിടെ തന്നെയാണ് കേറിയത് മട്ടാടി കൊച്ചമ്മ നേഴ്സിംഗിന് പഠിക്കുന്നിടത്ത് പോയി. തിരുവല്ല സ്റ്റേഷനൊക്കെ ഉണ്ടോ? ഇല്ല. അല്ല, ഞാൻ എറണാകുളം ചെന്ന ട്രെയിൻ കയറി. ആദ്യം ബസ് എറണാകുളം ചെന്നാണ് മദ്രാസനം. കൽക്കരി ട്രെയിനില് അല്ലെങ്കിൽ പുനലൂക്ക് പോകണം. മധുര വഴി അതിലും പോയിട്ടുണ്ട്, ഇല്ല വന്നിട്ടുമുണ്ട്. അമ്മച്ചിയുടെ ചെറുപ്പകാലത്ത് ഈ പുലിയുടെയോ ആനയുടെയോ ഒക്കെ ശല്യം കോഴഞ്ചേരിയിലുണ്ടായിരുന്നോ? അല്ലല്ല, പറമ്പോ അടുത്ത അതിനെപ്പറ്റി എന്തെങ്കിലും പേടിയുണ്ടായിരുന്നോ? നമ്മൾ ഒറ്റയ്ക്ക് പോകുമോ? എന്റെ ഓർമ്മ ഞങ്ങളുടെ അവിടെ ഇല്ല, കോഴഞ്ചേരിയിലൊന്നും ഇല്ല. ഇപ്പഴല്ലേ എല്ലായിടത്തും പന്നി അല്ല അന്നത്തെ ശല്യമൊന്നും ഇല്ല. കാട്ടാനയുടെ സീതത്തോട് കോന്നി ആ ഭാഗത്തൊക്കെ ഇപ്പോഴും ശല്യം ഉണ്ടല്ലോ. സീതത്തോട് കോന്നി ഭാഗത്തൊക്കെ വനമുണ്ടല്ലോ. ഞങ്ങള് പുണ്യചേട്ട് നല്ല കുടുംബക്കാരെന്നാ പറയുന്ന. ഏതാണ്ടെന്ന് എനിക്ക് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പാണോ ഇല്ല, ഞാൻ ഉണ്ടായിട്ടില്ല. ഒരു ബാച്ച കല്ലേരിൽ പോയി താമസിച്ചു. കല്ലേരി കല്ലേരി അത് 8 വീടെന്നാ പറയുന്നത്. ഈ മലയക്കാരുടെ 8 വീട്ടുകാരാ കല്ലേരി ഇപ്പോഴും 8 വീട്ടുകാരെന്നാ പറയുന്നത്. അന്ന് യാത്രക്ക് ഈ ബസ് ഉള്ളത് കൊണ്ട് അമ്മച്ചിക്ക് അങ്ങനെ പേടി? കല്ലേരിക്ക് ഞാൻ നടന്നു പോയിട്ടുണ്ട്. കോളേജിൽ ഇവിടെ നടന്നു വന്നിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ എങ്ങനെയാ അമ്മച്ചി വന്നേ? ഇവിടുത്തെ കല്യാണം അത് ഞാൻ പറഞ്ഞില്ലയോ, അന്ന് ഒരു ദിവസം കോട്ടയത്തിന് പോകുന്നുണ്ട്. അങ്ങനെ ലൈൻ വെച്ചിട്ട് കയറി പൗരിക്കുന്നേല് ഈ പൗരിക്കുന്നേല് തോമാച്ചാന്റെ അമ്മ എന്റെ അമ്മയുടെ ഒരു കസിനാ. അപ്പം കോഴഞ്ചേരിയിൽ 2 പണിക്കാരെ വിട്ടു. ഇവിടെ കാപ്പി ഉണ്ടാക്കി വെച്ച് കാപ്പി ഇവിടെ കയറി കൂടുതൽ നെടുങ്ങാപ്പള്ളിക്കും നടന്നു പോയത്. അന്നേരം കല്യാണ പെണ്ണെല്ലാം ഒരുങ്ങിയാണോ വരുന്നേ? അവിടുന്ന് കത്താൽമുടിയൊക്കെ കെട്ടി വെക്കണ്ടായിരുന്നോ? പിന്നെയും വേറൊരു ഡ്രസ് ഇട്ട് പള്ളി പോയി. അമ്മച്ചി അന്നത്തെ കാലത്തെ കല്യാണം എങ്ങനെ? ഈ മല്ലപ്പള്ളിയിലെ കല്യാണം ആലോചിച്ചോണ്ട് ആരാ വന്നത്? അതൊക്കെ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയണമല്ലോ അന്ന് കോഴഞ്ചേരിയും മല്ലപ്പള്ളിയൊക്കെ എങ്ങനെയാ? മല്ലപ്പള്ളി ഈ വീട്ടിലെ 4 ആൺപിള്ളേരാ. അതിലേറ്റവും ഇളയതായ എന്റെ ഭർത്താവ്. അതിൽ മൂത്ത മോനെ കോഴഞ്ചേരിയിലായിരുന്നു കല്യാണം കഴിച്ചത്. കുഴിക്കണ്ണകളായ കൊച്ചമ്മയുടെ വീട് ഞങ്ങൾ കോഴഞ്ചേരിക്കടുത്താ. അപ്പം കൊച്ചമ്മയുടെ ആങ്ങളെയാ കല്യാണം ആലോചിച്ചത്. അതറിയത്തില്ല. അമ്മച്ചി മല്ലപ്പള്ളി വന്നപ്പോ ആ കാലത്ത് ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നു? കോഴഞ്ചേരിയും മല്ലപ്പള്ളിയും തമ്മിൽ അല്ലെ ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലും അമ്മച്ചിക്ക് പ്രയാസപ്പെട്ട? അത് പറഞ്ഞത് പ്രയാസമില്ലാത്ത വീട്. എന്നെ കെട്ടിക്കുമ്പം വീട്ടിൽ അമ്മായിമ്മ, എന്റെ അമ്മായിമ്മ 64 വയസ്സേ ഉള്ളൂ, തളർന്ന് കിടക്കുക. അതല്ലേ ആ അമ്മച്ചിയല്ലേ? അമ്മച്ചി അന്ന് തൊട്ട് ബെഡേലാണ്. ഇതുപോലെ ഇവിടെ ഒരു ചൂട് വെച്ച് ഇവിടെ നിന്ന് എടുത്ത് അതോട്ട് ബാത്റൂമിൽ പോകും.
മുളമ്പും അങ്ങനെ ആശിരി കിടക്കുമ്പോഴാണ് എന്നെ കെട്ടിച്ചോണ്ട് വന്നത്. ഓ അപ്പച്ചൻ ആരോഗ്യവാനായിരുന്നു. അപ്പച്ചനപ്പം നല്ല ആരോഗ്യം. ആരോഗ്യവാനായിരുന്നു. അമ്മച്ചി ആ കിടക്കുന്നെങ്കിൽ എന്റെ ഭർത്താവിന് ജോലിയില്ല, കൃഷിക്കാരനാ. 41 47 അപ്പോഴത്തേക്ക് എനിക്ക് മേൽക്കുട്ടി മൊഴി 2 മക്കളുണ്ടായി കഴിഞ്ഞു. ഈ അമ്മ ഈ കിടത്തുവാ. കോഴഞ്ചേരിയിൽ നിന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെണ്ണിനെ കൂടെ ഞാൻ ഇവിടെ വേലയ്ക്ക് കൊണ്ടുവന്നു. ഞാൻ വരുമ്പോഴേ ഇവിടെ വേലക്കാർ ഞാൻ വന്ന് 2 മാസം കഴിഞ്ഞ ഈ അവര് മുന്നോട്ട് പറഞ്ഞ ഉദ്ദേശമുണ്ട്. ഇവിടുത്തെ അമ്മ പെട്ടെന്ന് കിടക്കുകയായിരുന്നു. അന്നേരം കൊച്ചുവീട്ടിലെ കത്തുന്നൊക്കെ അങ്ങ് ബാധ്യതയില്ല താമസിക്കുന്നത്. അമ്മ കിടന്നപ്പം കൊച്ചുവീട്ടിൽ കത്തുന്ന പിന്നെയും കൂടെ വന്ന എന്റെ കല്യാണം കഴിഞ്ഞ് ഇടവ മാസത്തിലാ കല്യാണം. ചിങ്ങം കന്നി 1-ാം തീയതി അവരങ്ങ് പോയി എന്നെ ആഗ്രഹിച്ചു. അല്ല അപ്പഴ അപ്പച്ചൻ എപ്പോഴാ ബാങ്കിൽ ജോലിക്ക് പോയത്? അതേ ഞാൻ പറയാൻ വന്നേ. അതിനോടിടയ്ക്ക് 43-ലും 45-ലും 2 പെൺപിള്ളേർ മേൽക്കുട്ടി ഓടി. അന്ന് ഇവിടുത്തെ അപ്പത്തിന് ജോലിയില്ല. പിന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മലപ്പള്ളി ബാങ്കിലെ ചെറിയ കുഞ്ഞെന്നും പറഞ്ഞു വരുന്നു ഇവിടെ കച്ചവടക്കാരനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ റബ്ബർ കച്ചവടം. അന്ന് റബ്ബർ ഇങ്ങോട്ട് തുടങ്ങിയ കാലമാണ്. റബ്ബർ കച്ചവടത്തിന് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ 47-ല് ഇവിടുത്തെ അപ്പച്ചോടി ഒരു കസിനും കോട്ടയത്തുണ്ടായിരുന്നു. അവരും മുഖേന ആദ്യം പറയുന്ന ഏതെല്ലാം ഒരു കോട്ടയം ബാങ്ക് ഇവിടെ തുടങ്ങി. അതിന് കോട്ടയത്തെ ബാങ്ക് തുടങ്ങിയ മാനേജറിന്റെ ഏതാണ്ടായിരുന്നു ഈ കസിന്. അതിന് മുഖേന അങ്ങോട്ടോട് പറഞ്ഞു ബാങ്ക് കോട്ടയം ബാങ്ക് മലപ്പള്ളി തുടങ്ങിയപ്പം അപ്പച്ചൻ ആദ്യം കയറി. അങ്ങനെ അപ്പച്ചന് ബാങ്കിൽ കിട്ടും. അമ്മച്ചി അന്ന് 7-ാം ക്ലാസ്സും അപ്പച്ചനും എത്ര വരെ? അപ്പച്ചൻ ഈ പറഞ്ഞത് ഇവിടെ ഇവിടുത്തെ വല്യപ്പന് കൃഷിക്കാരനാന്ന് പറഞ്ഞാൽ നല്ല പണം ബിസിനസ് ചെയ്യുന്നതായിരുന്നു. ചിട്ടിയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചന് ഈ 3 മക്കളൊന്നും ചൊവ്വ പഠിക്കില്ല. ഈ 4-ാം ക്ലാസ് അയച്ചാണ് ചാത്തോന്നാണ് എനിക്കറിയില്ല. അതായത് കോട്ടയത്ത് ബോർഡിങ്ങിലാക്കി പഠിപ്പിച്ചു. അത്രയും കോട്ടയത്ത് 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടും കോട്ടയത്തങ്ങ് തോറ്റുപോയി. അവിടുന്ന് വന്ന് കോഴഞ്ചേരിയില് സെന്റ് തോമസോ സ്കൂളിൽ അന്ന് എനിക്ക് ആരും വിളിക്കുന്ന തിരുത്തോനാ സാറെന്ന് എനിക്കറിയാവോ? ആ സാറ് അവിടെ പഠിപ്പിക്കുന്നത്. സാറ് മുഖേന വഴിധരിച്ച് സെന്റ് തോമസിൽ അഡ്മിഷൻ വാങ്ങിച്ച് 10-ൽ അവിടെ ചേർന്ന് ജയിച്ചു. അതുകൊണ്ട് ആ ബാങ്കിൽ ജോലി കിട്ടാന്നോ. അന്ന് രാവിലെ ജോലിക്ക് നടന്നു പോയാൽ പോരായിരുന്നോ? പിന്നെ പെൻഷൻ ആവുമോ ഇവിടെ നാലാണായ ഉള്ളിൽ ചെയ്തിട്ട് എന്നാലും നടന്നാ പോകുന്നത്. അന്ന് മല്ലപ്പള്ളിയിലെ തോടിന് അക്കരെ CSI പള്ളിയുണ്ട്, ഇവിടെ നെടുങ്ങാപ്പള്ളി പള്ളിയുണ്ട്. അന്ന് ഇവിടെ ഈ വീട്ടുകാരെ ഏത് പള്ളിയിലാ പോയിക്കൊണ്ടിരുന്നത്? അത് ശരി. അമ്മച്ചി ഇത്രയൊക്കെ പറഞ്ഞു. പിന്നെ മക്കളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെ? എന്റെ മക്കൾ എനിക്ക് 4 മക്കളാ. 2 പെണ്ണും 2 ആണ്. മൂത്ത മോള് 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് TTCക്ക് പോയി അവിടെ ടീച്ചറായി. 2ാമത്തെ മോള് 10-ാം ക്ലാസ് വരെ പഠിച്ച് ടൈപ്പൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോഴാ പുനേലിൽ കല്യാണം വന്നു. ആ സാറിനുള്ള ONGC ജോലി എടുത്തു. ONGC ജോലി ഉള്ളവരുടെ കല്യാണം കഴിച്ചു. അവിടെ അവർ അങ്ങനെ പെൺപിള്ളേർ 2 10-ാം ക്ലാസ് വരെ. ആ മോളെ എങ്ങോട്ട് പോയി? മദ്രാസിന് പോയോ ബോംബെക്ക് പോയോ? ആ മോള് മദ്രാസിന് പോയോ ബോംബെക്ക് പോയോ കല്യാണം കഴിച്ചിട്ട്?
ONGC-ലെ ജോലി ആസാമില്ല. ആസാമിൽ. ഓ ഓക്കെ. ബൊംഗൈഗാവ് ആസാമില്ല അവന് ജോലി. ആസാമിലോട്ടാ പോയത്. ആസാമിലോട്ട്. ഓക്കെ ഓക്കെ. അന്ന് യാത്ര വലിയ ബുദ്ധിമുട്ടല്ലേ? ആസാമിൽ 5-6 ദിവസം കഴിഞ്ഞിട്ടുള്ളല്ലോ. അന്ന് ഇവിടുന്ന് മദ്രാസിൽ ചെന്ന് ട്രെയിൻ കയറി ആസാമിൽ ചെല്ലുന്നു. അത് ശരി. പിന്നെ ബാബുച്ചാന് പിന്നത്തെ ആ പിള്ളേര് കണ്ടല്ലോ, ഒന്ന് അവന് സ്ഥാനാർത്ഥിയില്ല NSS-ല് ആദ്യത്തെ അത് കഴിഞ്ഞിട്ട് അത് എന്റെ ആങ്ങളുടെ അണ്ണാമലയാതെന്ന് ഞാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അവന് മറ്റേ മോന് അവനും BSc വരെ പഠിച്ചു. അവന് കേരളത്തിൽ തന്നെയാണ് പഠിച്ചത്. BSc കഴിഞ്ഞ് ബാങ്കിൽ ടെസ്റ്റ് എഴുതി അവനും ബാങ്കിൽ ജോലി കിട്ടി. അങ്ങനെ ഏവന് 2ാമത് ജോലി കഴിഞ്ഞ് വെച്ച് വന്ന് ഇവിടെ അധികം നെട്ടക്കെട്ടില്ല. പേഴ്സിലേക്ക് പോയി. അമ്മച്ചി ആ കാലത്തെ അമ്മച്ചി 1941 കല്യാണം കഴിച്ച് വന്നു. 50, 55, 52 ആയപ്പോൾ മക്കളൊക്കെ ഒന്ന് ഒരു ഇതായി. അമ്മച്ചി അത് കഴിഞ്ഞപ്പോ ഇവരെ കൊണ്ട് എവിടെ ഏറ്റവും ദൂരയാത്രയൊക്കെ പോയിട്ടുള്ളത്? ദൂരയാത്രയ്ക്ക് പോയിട്ടുണ്ടോ? ദൂരയാത്ര മദ്രാസില്, ദൂരെയാണ്. ഇന്ത്യ മുഴുവൻ ഞാൻ പോയിട്ടുണ്ട്. വളരെ മക്കളെ കൊണ്ട് പോയില്ല, കൊച്ചുങ്ങളെ കൊണ്ടൊന്നും. അമ്മച്ചി പോയിട്ടുണ്ട്? ഞാൻ ഗുജറാത്തിൽ പോയിട്ടുണ്ട്, ആസാമിൽ പോയിട്ടുണ്ട്, ബോംബെ പോയിട്ടുണ്ട്, അണ്ണാമല പോയിട്ടുണ്ട്. അമ്മച്ചി പോയ സ്ഥലങ്ങളിൽ ഏറ്റവും അന്ന് ഇഷ്ടപ്പെട്ടതും ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാ? അതിപ്പം പറഞ്ഞതും ബോംബെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ബോംബെയിൽ ഒത്തിരി താമസിക്കാൻ പോയില്ല. ഏവൻ പേഴ്സിലേക്ക് പോയപ്പോൾ എന്നെ പേഴ്സിലേക്ക് വിടാൻ പോയതാ. അന്ന് അമ്മയും കൊച്ചുകുട്ടിന്റെ അമ്മയും ബോംബെയിലുണ്ട്. അവിടെ കൂടെ താമസിച്ചത്. വലിയ പറ ജിമ്മിയുണ്ട്. ജിമ്മിയുടെ കൂടെ അവനും ഒരാഴ്ച ജിമ്മിന്റെ താമസിച്ചത്. അമ്മച്ചി ആ കാലത്ത് ഈ മല്ലപ്പള്ളിയിലെ ഈ നെടുകാപ്പള്ളിയിലെ ഉള്ള പ്രമുഖർ ആരൊക്കെയാണെന്ന് അമ്മച്ചി ഓർമ്മിക്കുന്നുണ്ടോ? ഏറ്റവും നന്നായിട്ട് ആൾക്കാരെല്ലാരും പറയുന്ന പേരുകളോ അല്ലെങ്കിൽ പ്രമുഖനായിരുന്ന ആരെങ്കിലും? നമ്മുടെ ഈ മല്ലപ്പള്ളി ഏരിയയില് MP മോളെ കുടുംബക്കാര്, കയ്യാലത്ത് കുടുംബക്കാര്, പിന്നെ ആ 2 കുടുംബക്കാർക്കും നല്ല പോലുള്ള ഡോക്ടർ എഞ്ചിനീയറും ഒക്കെ ഉള്ളവരാണ് കൊടുക്കുന്നത്. MP ഓൺലൈനും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളേല്. കയ്യാലത്താണ് ഒരു മനോരമയിൽ ജോലി എടുത്തത്. അങ്ങനെ ഈ പ്രദേശത്ത് ഒരുപാട് പേര് മനോരമ കയറി. അമ്മച്ചി SCSI-കാരായിരുന്നല്ലോ, ജനിച്ച കാലം SCSI-യിലായിരുന്നു. അമ്മച്ചി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പദവിയുള്ള സെക്രട്ടറിയോ? പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടേ വളർന്നിട്ടുള്ളൂ. കല്യാണം കഴിക്കുന്നുണ്ടെന്നത് സൺഡേ സ്കൂളിനും യുവതി സമാജത്തിനും ഒക്കെ പോവുകയും കൂടുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ക്വിസ് മത്സരം ചോദിക്കുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? ബൈബിളിലെ കാര്യങ്ങളൊക്കെ സൺഡേ സ്കൂൾ പിള്ളേർക്കൊക്കെ ഉണ്ട്. അന്ന് അച്ഛന്മാര് വളരെ കുറവല്ലായിരുന്നു. അച്ഛന്റെ മൂത്ത ബ്രദർ അച്ഛനാ. മൂത്ത ബ്രദർ അച്ഛൻ CSI-ലെ അച്ഛനാ. അതെ, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. സൺഡേ സ്കൂളിലും ഞങ്ങൾ നല്ല കുടുംബത്തില്ല. അച്ഛന്മാരുടെ മരണം ME അച്ഛൻ, MK അച്ഛൻ, ഈപ്പനച്ഛൻ, കേക്കത്തേരിനച്ഛൻ, MG ചരീരനച്ഛൻ, അച്ഛന്മാരാ. കുറെ അച്ഛന്മാരുണ്ട്. കുറെ അച്ഛന്മാരുണ്ട്. ബിഷപ്പ് ഇലക്ഷൻ ഇപ്പോഴത്തെ ബിഷപ്പുമാര് ഇപ്പോഴത്തെ സാബുകോശി മലയിൽ ചേട്ടന്റെ തന്നെ മക്കളാ. ഞങ്ങളുടെ ആ വീട്ടില് 5 അപ്പന്മാരായി. ഞാൻ പറഞ്ഞിട്ട് 5 അപ്പന്മാരായി. അതിൽ 3 അപ്പന്റെ മോനാ എന്റെ അപ്പൻ. 7 അപ്പന്റെ മോനാ സാബുവച്ചന്റെ അമ്മ. അപ്പൻ
ആ ശരി. ആ ഞങ്ങളുടെ ചേട്ടനെ നോക്കാം ഇപ്പോഴും. പിന്നെ ഒരാൾ തിരിച്ചു കഴിഞ്ഞു ഉമ്മൻചാറി ഉമ്മൻചാറിന് ഞങ്ങൾ നല്ല കുടുംബം. അതും വേറെ രക്തം തന്നെ. അദ്ദേഹത്തിന്റെ ഉമ്മൻചാറി അച്ഛന്റെ ചേട്ടന് ഞങ്ങളുടെ ഹ്യൂസ്റ്റണിലുണ്ടല്ലോ ജേക്കബ് ജോർജ് അച്ഛൻ. അതെ അതെ അറിയാം. അതെ അവരും മുഴുവൻ കങ്ങളെ താമസിക്കുന്ന. അതെ 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 അറിയാം അറിയാം. അമ്മച്ചി അന്നത്തെ കാലവും ഇന്നത്തെ കാലവും അടുക്കള ജോലിയെ സംബന്ധിച്ച് അമ്മച്ചിക്ക് എന്തോ പറയാനുള്ളത്? അന്ന് ഭാരമായിരുന്നോ ഈ എളുപ്പമായിരുന്നോ? അമ്മച്ചിക്ക് ഇവിടെ വേലക്കാരുണ്ടായിരുന്നു. മെനക്കെടാനൊക്കെ മോനെ ഇപ്പോഴാഴ്ച ഒരു കഞ്ഞി വെക്കത്തില്ല. അന്ന് ദിവസം 3 നേരം കഞ്ഞി വെക്കും. രാവിലെ 2 നേരം 3 നേരം ഇടും. ഉച്ചയ്ക്ക് വരും. പിന്നെയും വൈകിട്ട് അത്ര ഫ്രിഡ്ജില്ല. ഫ്രിഡ്ജില്ല, കാണില്ല, എല്ലാം വിറകാട്ടില്ല. എല്ലാം വെച്ചോളും. എല്ലാ ചോറും കറി കൂട്ടാനും 3 നേരം ഉണ്ടാക്കും. 3 നേരം ഉണ്ടാക്കും. ജോലിക്കാർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവായി. അതെ. അപ്പൊ എത്ര പറ അരി ഉണ്ടാക്കണം? അത് പറഞ്ഞത് കൃഷിക്കാരാ, പണിക്കാർക്കൊക്കെ ചോറ് കൊടുക്കും. ഇപ്പൊ ആരും ചോറ് കൊടുക്കുന്നു. അന്നിവിടെ കണ്ടം കൃഷിയായ കണ്ടം കൃഷി എന്നും പണിക്കാരാണ്. എന്നും പണിയാതെ രാവിലെ 3:30 കഴിഞ്ഞ് വാട്ടിയൊക്കെ വെള്ളത്തിലിട്ട് വേദിനൊക്കെ അവര് വന്നു തരും. തലേദിവസം ഇത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ടാ വെള്ളത്തിലിടുന്നത്. വാട്ടുകാർക്ക് മീൻ കറി ഉണ്ടാക്കി 9 ആകുമ്പോഴത്തേക്ക് രാവിലെ അവർക്ക് കൊടുക്കണം. 1 മണി ആകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം. അതെ. അമ്മച്ചി ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അന്ന് ആ കാലത്ത് ഈ മല്ലപ്പള്ളിയാറ്റ് വെള്ളം പൊങ്ങുമ്പോ അമ്മച്ചിക്ക് പേടിയുണ്ടായിരുന്നു ഈ ഇവിടെ താമസിക്കുമ്പോ? എന്റെ മോനെ ഞാൻ ഇവിടെ വന്ന പിന്നെ ഈ അന്ന് കൊച്ചു വരെയാ നിലവറ അറിയണം. ആ മിറ്റത്ത് വെള്ളം വന്നപ്പോഴത്തേക്ക് നിലവറയ്ക്കകത്ത് മൂത്തോളം വെള്ളം പാമ്പോ? പാമ്പ് അന്നും പാമ്പിനെ ഇത്ര പേടിയാർക്കുള്ളത് എനിക്ക് തോന്നിയില്ല. പാമ്പ് അത് ശരി. ഓക്കെ. അമ്മച്ചിക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി. അമ്മച്ചിക്ക് അവരോട് എന്തോ പറയാനുള്ള ഇന്ന് അവരുടെ ഒരു ജീവിത സാഹചര്യം ഒക്കെ അറിഞ്ഞോണ്ട്? കുഞ്ഞുമോനെ എന്റെ കുഞ്ഞുങ്ങളെ ഒരു കാര്യമുള്ളൂ. ആരും വെച്ച് പോയില്ല. അവര് നല്ല കാര്യത്തിൽ കൂടെ ഇതുവരെ നടക്കുന്നു. അമ്മച്ചിക്ക് പൂർണ്ണ സന്തോഷമാണ്. ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഇല്ല. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര 105 വയസ്സായല്ലേ? കൊച്ചുമക്കളുടെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് 4ാം തലമുറ കണ്ടു കഴിഞ്ഞു. 4ാം തലമുറ 13 പേരുണ്ട്. അത് 2 പിള്ളേരും കൊച്ചുമക്കള് പാസ്റ്റർ നമ്മുടെ CSIയിലാണോ അതോ അവര് പുറത്താണോ? ഓക്കെ. വിശ്വാസത്തിലാ. മനസ്സിലായി. വളരെ സന്തോഷം വെച്ച് എല്ലാരും. അതെ ക്രിസ്തീയ ജീവിതത്തില് പോയില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ ഇന്നും ഓക്കെ. അമ്മച്ചി ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒത്തിരി സന്തോഷം. ഓക്കെ. അമ്മച്ചിയെ വീണ്ടും കാണാം. അടുത്ത തവണ ഞങ്ങൾ വീണ്ടും വരാം. അമ്മച്ചിക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? അമ്മച്ചി അറിയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അമ്മച്ചി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അമ്മച്ചി അന്ന് കവികളും സാഹിത്യകാരും പത്രമൊക്കെ ഉണ്ടായിരുന്നു. വായിക്കുമായിരുന്നു. അമ്മച്ചിക്ക് കവിത കേൾക്കുന്നതിലോ പ്രസംഗം കേൾക്കുന്നതിലൊക്കെ താല്പര്യം കൂടുതലോ? എനിക്ക് താല്പര്യം. ഞാനിപ്പോഴും പത്രം എഴുതാൻ ന്യൂസെല്ലാം വായിക്കും, TV എല്ലാം കാണും. അത് ശരി. ഈ സമയത്ത് പ്രസംഗം നടന്നുകൊണ്ടിരിക്കും. അതെ. അമ്മച്ചിയുടെ കാലഘട്ടത്തിലല്ലേ കുമാരനാശാനും ചങ്ങമ്പുഴയൊക്കെ ജീവിച്ചത്? കണ്ടിട്ടില്ല. പക്ഷെ കവിതകളൊക്കെ അവരുടെ ലേഖനം
ഞാൻ പറഞ്ഞത് മലയാളം 7ാം ക്ലാസ് വരെ പഠിച്ചത് കൊണ്ട് മലയാളത്തിന്റെ കവിതകളൊക്കെ അതിന്റെ പുസ്തകത്തിലുണ്ട്. അമ്മച്ചി ഓർമ്മയുണ്ടോ രണ്ടുപേരും ഈ കവിത എന്തെങ്കിലും ആനയെ പറ്റിയോ തുമ്പിയെ പറ്റിയോ അതിപ്പോ ഓർക്കുന്നില്ല? ഓക്കെ നോ പ്രോബ്ലം. താങ്ക് യു അമ്മച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ അമ്മച്ചിക്ക് ഇനിയും അനേകം വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എഡിറ്റിംഗ് ഒക്കെ ഇടാവും കേട്ടോ. അതെ